ഹൈവേ കൊള്ളത്തലവനെ ഉത്തർപ്രദേശിൽ ഏറ്റുമുട്ടലിൽ വധിച്ചു. ഹരിയാന സ്വദേശി സന്ദീപാണ് കൊല്ലപ്പെട്ടത്. കാൺപൂരിൽ 4 കോടി രൂപയുടെ ട്രക്ക് കൊള്ളക്കേസിൽ മുഖ്യപ്രതിയാണ് സന്ദീപ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബൽറാം, സംസ്ഥാനങ്ങളിലായി പല ഹൈവേ കൊള്ളക്കേസുകളിലും കൊലപാതക കേസുകളിലും പ്രതിയായ ഗുണ്ടാത്തലവൻ സന്ദീപാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഇയാൾ ഹൈവേകൾ കേന്ദ്രീകരിച്ച് കൊള്ള നടത്തുക എന്നുള്ളതായിരുന്നു ഇയാളുടെ രീതി. ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ രാത്രികാലങ്ങളിൽ ഹൈവേകളിലൂടെ പോകുന്ന ട്രക്കുകൾ തടഞ്ഞു നിർത്തുകയും അവയിൽ വിലപിടിപ്പുള്ള സാധനങ്ങളാണെങ്കിൽ അവ കവർച്ച ചെയ്യുകയും കൂടാതെ ഈ ഡ്രൈവറെ കൊലപ്പെടുത്തി കൈവശമുള്ള പണം കവരുക എന്നുള്ളതായിരുന്നു ഈ ഒരു സംഘത്തിൻ്റെ ഗുണ്ടാ സംഘത്തിൻ്റെ രീതി എന്നുള്ളത്. എന്നാൽ ഇയാൾ കാൺപൂരിൽ വെച്ച് ഒരു സമാനമായ തരത്തിൽ ഒരു ഹൈവേ കൊള്ള നടത്തി 4 കോടി രൂപയുടെ ഹൈവേ കൊള്ള നടത്തിയ കേസിൽ ഉത്തർപ്രദേശ് പോലീസിന്റെ അന്വേഷണം നേരിടുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഉത്തർപ്രദേശ് പോലീസ് നടത്തിവരികയും ഇയാളുടെ തലയ്ക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിനിടെയാണ് ബാഗ്പത്തിലേക്ക് ഇയാൾ ഇന്നലെ എത്തുന്നതായുള്ള വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്ന് നോയിഡ പോലീസിന്റെ STFും ബാഗ്പത്ത് പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. ഇയാളെ പിടികൂടാനായി ശ്രമിക്കുന്നതിനിടെ ഇയാളും സംഘാംഗങ്ങളും പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്നാണ് വെടിവെച്ചിട്ടത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാൾ മരിച്ചതായി ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.